അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം വഴി തടഞ്ഞ ഒറ്റയാനായ കട്ടപ്പ എണ്ണപ്പന റോഡിലേക്ക് തള്ളിയിട്ട് റോഡിൽ നിന്ന് നീങ്ങാതെ 1.5 മണിക്കൂറോളം അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഗതാഗത തടസ്സമുണ്ടാക്കി. കൊമ്പൻ നിരവധി ടൂറിസ്റ്റുകളും പ്രദേശവാസികളുമൊക്കെ കടന്നു പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തു. ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, എത്ര സമയം ഇവനിങ്ങനെ പ്രശ്നമുണ്ടാക്കി നിന്നു? ഇപ്പോൾ കാര്യങ്ങൾ സാധാരണ രീതിയിലായോ? തീർച്ചയായും രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ഇവിടെ ആന ഇറങ്ങുന്നത്. നമ്മൾ ഇന്നിപ്പോൾ സംരക്ഷണം ചെയ്തിരിക്കുന്ന ഈ മേഖല, അതായത് കാട്ടാനശല്യവും പുലിപ്പേടിയും എല്ലാം ഉള്ള ഒരു മേഖലയുടെ വാർത്ത ഇന്ന്, അതിരപ്പള്ളി മേഖലയുടെ വാർത്ത ഇന്ന് നമ്മൾ സംരക്ഷണം ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ കട്ടപ്പ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 6 മണിക്ക് കട്ടപ്പ ഇറങ്ങി ഏകദേശം 1.5 മണിക്കൂറോളം അവിടെ റോഡിൽ ഇങ്ങനെ എണ്ണപ്പന മറച്ചിട്ട് ആ എണ്ണപ്പന തിന്നുകയായിരുന്നു. അതിലൂടെയുള്ള ഗതാഗതം അതിനാൽ തന്നെ ഈ ആനയെ ശല്യപ്പെടുത്താതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഏകദേശം 1.5 മണിക്കൂറോളം ആളുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ ആനയെ ശല്യപ്പെടുത്താതെ നിലയുറപ്പിച്ചത്. അതിനുശേഷം പിന്നീട് ഈ എണ്ണപ്പന തിന്നതിന് ശേഷം ആന അവിടെ നിന്ന് നീങ്ങുകയും ചെയ്തു, ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്നതാണ്. ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ മേഖലയിൽ ഈ ടാപ്പിംഗ് തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റു തൊഴിലാളികളും എല്ലാം തന്നെ വലിയ രീതിയിൽ പുലർച്ചെയെല്ലാം തന്നെ ഈ തോട്ടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആനകളെ കാണാതെ ഉണ്ടാകുന്ന അപകടങ്ങളെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. രാവിലെ ആയതിനാൽ തന്നെ വലിയൊരു ഗതാഗത കുരുക്കൊന്നും തന്നെ ഉണ്ടായില്ല. ഈ മേഖലയിൽ സ്ഥിരമായി ഈ അടുത്ത ദിവസങ്ങൾ ഒരു 5-6 ദിവസങ്ങളായി കട്ടപ്പയുടെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടാകാറുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.